കർണാടകത്തിലെ ഒരു പുലർക്കാലം. ഞങ്ങളിപ്പോൾ ഉള്ളത് മുരുടേശ്വർ ക്ഷേത്രത്തിലാണ്. മൂകാംബികയൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഗോവ പോകുന്ന വഴിക്കുള്ളത് മുരുടേശ്വറാണ്. ഇവിടുത്തെ ഈ വലിയ ഗോപുരവും തൊട്ടുപുറകിലുള്ള വലിയ ശിവന്റെ പ്രതിമയുമാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ. ഈ കടൽ തീരത്തുള്ള ശിവന്റെ പ്രതിമയാണ് മെയിൻ അട്രാക്ഷൻ. അപ്പോൾ നമുക്ക് എന്തായാലും മുരുടേശ്വർ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് വരാം. അതിപ്പോ വിടില്ലായിരിക്കും. കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രവേശന സമയം എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8:15 വരെയുമാണ്. അപ്പോൾ ഇവിടെ ഈ ഗോപുരത്തിന്റെ മുകളിലോട്ട് ലിഫ്റ്റ് അവൈലബിൾ ആണ്. ലിഫ്റ്റിൽ കയറി നമുക്ക് മുകളിലോട്ട് പോകാം. ഒരാൾക്ക് 10 രൂപ വെച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് ഈ ക്ഷേത്രത്തിലേക്കാണ്. ആ ക്ഷേത്രം കഴിഞ്ഞിട്ട് പുറകിലാണ് നമുക്ക് ആ വലിയ ശിവന്റെ സ്റ്റാച്യു കാണാൻ സാധിക്കുന്നത്. കർണാടകത്തിൽ ഉടുപ്പി കഴിഞ്ഞ് ഗോവയ്ക്ക് പോകുന്ന വഴിക്ക് ഭട്കൽ എന്ന സ്ഥലം കഴിഞ്ഞിട്ടാണ് മുരുടേശ്വർ എന്ന നമ്മുടെ സ്ഥലം വരുന്നത്. 3 വശത്തും അറബിക്കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിൽ സിനിമയ്ക്ക് സെറ്റിട്ടിരിക്കുന്ന പോലെയാണ് മുരുടേശ്വർ ഈ പ്രദേശം കാണുന്നത്. അതിഭീമാകാരമായ ഒരു ശിവപ്രതിമയും അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ആകാശം മുട്ടിയ ഒരു ഗോപുരവും കാണുന്ന ഒരു ഉദ്യാനവും കൂടി ചേർന്നൊരു പ്രദേശമാണിത്. 20 നിലകൾ ഉള്ള ഒരു രാജഗോപുരമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. രാജഗോപുരത്തിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റിൽ പോകാൻ പറ്റും. മനോഹരമായ ഒരു കടൽ തീരം, അതേപോലെ തന്നെ നീന്താനും വെള്ളത്തിൽ മുങ്ങിയും പൊങ്ങിയും കിടക്കാനുമുള്ള സൗകര്യങ്ങൾ, അറബിക്കടലിലൂടെയുള്ള സ്വച്ഛമായ ബോട്ട് യാത്ര തുടങ്ങിയവയൊക്കെ മുരുടേശ്വരം സഞ്ചാരികൾക്ക് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. കുന്നിൻ്റെ മുകളിലെ അസ്തമയ കാഴ്ചയും സുന്ദരമായ ഒരു അനുഭൂതി തന്നെ ആയിരിക്കും. ഇവിടെ വരുന്ന സന്ദർശകർക്ക് ഇവിടെ താമസിക്കുവാനും മറ്റുമുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ തിരക്കുള്ള സമയത്ത് താമസിക്കാനായിട്ട് റൂം കിട്ടാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ധാരാളം പാർക്കിംഗ് സ്പേസും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും മറ്റുമൊക്കെ ഇവിടെ ലഭ്യമാണ്. ക്ഷേത്രമക ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഹോട്ടലുകളിൽ താമസിക്കുകയാണെങ്കിൽ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലത്താണ് അത് ഗസ്റ്റ് ഹൗസ് നിർമ്മിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം അപ്പുറത്ത് ടൗണിലാണ്. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നും ബസ് സർവീസും ട്രെയിനും നമുക്കിവിടെ ലഭ്യമാണ്. കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഭട്കൽ അല്ലെങ്കിൽ മുരുടേശ്വർ സ്റ്റോപ്പ് കുറവാണ്. ഭട്കൽ സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ, ട്രെയിനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇവിടേക്ക് വരാൻ സാധിക്കും. അപ്പോൾ മുരുടേശ്വർ എന്ന ഈ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണിത്. ശരിക്കും ഒരു തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് തന്നെ പറയാം. അപ്പം മുരുടേശ്വറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ടെക് ട്രാവൽ ഈറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.